ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, എല്ലാവർക്കും അറിയാം വിയറ്റ്നാം ഹോച്ചിമിൻ സിറ്റിയിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ബുയോങ് വിയൻ എന്ന് പറഞ്ഞ ഒരു സ്ട്രീറ്റ് ഉണ്ട്. ആ സ്ട്രീറ്റിന്റെ അവിടെയുള്ള ഒരു ഹോട്ടലിൽ ഞാൻ ഇപ്പോൾ ചെക്ക് ഇൻ ചെയ്തതേ ഉള്ളൂ. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടുമാറോ ഞാൻ ചെക്ക് ഔട്ട് ചെയ്യും ആ ഹോട്ടലിൽ നിന്നുള്ളത്. അപ്പോൾ ഇവിടെ ആയിട്ട് നല്ലൊരു ബാൽക്കണിയൊക്കെ ആയിട്ടുള്ള ഒരു റൂമാണ് ഞാൻ എടുത്തത്. കൊള്ളാം, നൈസാണ്. ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കാനൊക്കെ പറ്റിയ രീതിയിലുള്ള ഒരു നല്ല കിടിലൻ റൂമാണ്. അതിന്റെ ബാൽക്കണിയിലാണ്. എന്തായാലും പതിവ് പോലെ ഞാൻ മുടക്കുന്നില്ല, റൂം ടൂർ ആദ്യം കാണിക്കാം. ഗൈസ്, അങ്ങനെ നമ്മള് നേരെ റൂമിലേക്ക് കയറുമ്പോ തന്നെ ഇവിടെ ആയിട്ട് കുറച്ച് ഷെൽഫൊക്കെ ഉണ്ട്, ലോക്കറും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അവിടെ നിന്ന് നേരെ നോക്കുമ്പോഴാണ് നമ്മുടെ ബെഡ്റൂമിലൊക്കെ പിന്നെ നൈസായിട്ട് ഒരു വുഡനിൽ ചെയ്ത ഒരു അടിപൊളി മിറർ ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു LED, ഒരു വുഡൻ ടച്ച്. ഇങ്ങനത്തെ ഒരു വുഡൻ ടച്ചൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബെഡ്റൂം നൈസ്. ഒരു വാഷ്റൂമിലൊക്കെ പോകുന്നതിന് മുമ്പ് അവിടെ ഒരു ഫ്രിഡ്ജ്, പിന്നെ കോഫി കുടിക്കാൻ വേണ്ടിയുള്ള കെറ്റില് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടുത്തെ AC മേളിലാണ് കേട്ടോ. ഈ ടൈപ്പാണ് AC സംഭവം വരുന്നത്. വാഷ്റൂം തുറക്കുമ്പോൾ നൈസ് ഒരു വേറൊരു ടച്ച് ഉണ്ട്, ഒരു ഡിഫറെന്റ് ടച്ച്. അതിന്റെ വാളൊക്കെ നൈസ്. ഓക്കെ, അവിടെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നേരെ കാണുന്നതാണ് നമ്മുടെ ബാൽക്കണി. ആ ബാൽക്കണിയിലേക്കുള്ള ആ ഒരു സെറ്റപ്പ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. നൈസായിട്ട് ബാൽക്കണി ഡോർ തുറക്കുമ്പോൾ 2 വുഡൻ ചെയർ ഉണ്ട്. അവിടെ നിന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നല്ല രസമായിട്ടുണ്ട് അവർ സെറ്റ് ചെയ്തിരുന്നു. നല്ലൊരു വ്യൂ ഉണ്ട്. നൈസ്. ഈ സൈഡും അടിപൊളിയാണ്. ഒരു എസ്തെറ്റിക് എന്നൊക്കെ പറയാൻ പറ്റും. ആ ഒരു ടച്ചിലൊക്കെ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ? ഓക്കെ, നമ്മൾ ഇവിടുന്ന് നേരെ അങ്ങോട്ട് നോക്കുമ്പോഴാണ് ഈ ബുയോങ് വിയൻ വാക്കിംഗ് സ്ട്രീറ്റ്. ഇവിടെ ഇതൊന്നുമല്ല ഗൈസ്. രാത്രി ആകുമ്പോഴത്തേക്ക് ബഹളം. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല അല്ലെ? നൈറ്റ് ആകുമ്പോഴത്തേക്ക് പിന്നെ ബഹളമാണ്. ബഹളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് പാർട്ടി, പബ്ബ്, അങ്ങനത്തെ സെറ്റപ്പാണ് ഇവിടെ ആയിട്ടുള്ളത്. ഇനി ബാക്കിയൊക്കെ ഇവിടുന്ന് ഓരോന്ന് സെർച്ച് ചെയ്യണം. എന്തായാലും ഇവരുടെ ഈ ബാൽക്കണി സെറ്റപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. ഈ ബോഗൻവില്ല പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്ത്, വുഡൊക്കെ സെറ്റ് ചെയ്ത് നൈസായിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇരിക്കാനൊക്കെ അടിപൊളിയായിരിക്കും. എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കാം. അപ്പൊ ഇതാണ് റൂം ടൂർ. എവിടെ ചെന്നാലും റൂം ടൂർ എന്തായാലും കാണിക്കുമല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചോദിക്കുക എന്താ റൂം ഫുള്ള് കാണിക്കാന്ന് എന്ന് ചോദിക്കും. അതുകൊണ്ടിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്നിട്ട് വേണം ഇനി പ്ലാൻ ചെയ്യാൻ, എവിടെ പോകണം, എങ്ങോട്ട് പോകണം എന്നൊക്കെ. ആക്ച്വലി എനിക്ക് കുറച്ചധികം പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. എന്താ പറയാ, ഒരു കഫേ ഉണ്ട്, ഈ ട്രെയിനൊക്കെ പോണ ഒരു കഫേ സ്ട്രീറ്റിൽ. അതൊക്കെ ഇവിടുന്ന് ഒരു 1500 കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട്. അതായത് ഇപ്പൊ നമ്മൾ തായ്ലാൻഡിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടായ ഒരു സൈഡാണ്, ഫുക്കറ്റ് ഒരു സൈഡാണ്, ക്രാബി വേറെ സൈഡ്. ഇതെല്ലാം ഒരുപാട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് അത് ഉള്ളത്. അപ്പൊ അതുകൊണ്ടിട്ട് പോയി വരാൻ നമ്മൾ ഫ്ലൈറ്റ് എടുത്ത് തന്നെ പോകേണ്ടി വരും. അപ്പൊ നോക്കണം, ഇവിടെ ഹോച്ചിമിൻ സിറ്റിയിലെ സംഭവങ്ങൾ എന്തൊക്കെയുണ്ടെന്നുള്ളത് ആദ്യം ഒന്ന് കറങ്ങി കാണണം, ഷൂട്ട് ചെയ്യണം. എന്നിട്ട് വേണം ബാക്കി ഇവിടുന്ന് ഫ്ലൈറ്റ് എടുത്ത് എങ്ങോട്ടെങ്കിലും പോകണം വേണ്ടെന്ന് ഇങ്ങനെ ആലോചിക്കാൻ. ഞാനപ്പോ ഇങ്ങനെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞായിരുന്നു, അയ്യോ ഇതൊക്കെ ഞാൻ ഉദ്ദേശിച്ച പല ഏരിയകളും ഇവിടുന്ന് ഇത്ര കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ടെന്നുള്ളത്. അപ്പൊ മഷുവൊക്കെ പറയണായിരുന്നു, അതിനെന്താ ഫ്ലൈറ്റ് എടുത്തിട്ട് പോയിട്ടോ, നമ്മൾ അങ്ങനെയല്ല അന്ന് തായ്ലാൻഡിൽ പോയപ്പോൾ പ്ലാൻ ചെയ്തത്, അതുപോലെ ഒരു ഫ്ലൈറ്റ് എടുത്ത് പോയി വന്നുള്ളത്. ഓക്കെ, എന്തായാലും നോക്കട്ടെ. വീട്ടുകാരൊന്നും മിസ് ചെയ്യണില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫ്ലൈറ്റ് എടുത്ത് പോയി വരും. അഥവാ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാൻ തുടങ്ങി ഞാൻ ചിലപ്പോൾ ഫ്ലൈറ്റ് എടുത്ത് നേരെ കൊച്ചിയിലേക്ക് പോകും. എന്തായാലും നിങ്ങളെ അറിയിക്കാം ഗൈസ് അപ്ഡേറ്റ്സ് ഒക്കെ. ഞാൻ സ്റ്റേ ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ഒരു ഹോട്ടലുണ്ട്, ഒരു സ്പൈസ് ഇന്ത്യ റെസ്റ്റോറൻറ്റ്. ഞാൻ ആക്ച്വലി ഇന്നലെ റൂം ബുക്ക് ചെയ്തപ്പോഴത്തേക്കും ഞാൻ ഇതും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ആ റൂമിനെ എടുത്ത്.
അവിടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഓപ്പോസിറ്റ് ഉള്ളപ്പോഴത്തേക്കും ഈസി അല്ലേ. അപ്പോൾ അവിടെ മെനു നോക്കണം, അത് കയറിയുള്ളൂ എന്ത് കഴിക്കണമെന്നുള്ള മെനു നോക്കിക്കൊണ്ടിരിക്കുന്നത്, എന്തൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അവിടെ മെനു സ്പൈസ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. കുറച്ചധികം ഐറ്റംസ് ഒക്കെ ഉണ്ട്, നല്ല നല്ല ഐറ്റംസ് ഒക്കെ ഒരുപാടുണ്ട്. ഓക്കെ, എന്തായാലും ഇന്ത്യൻ ഫുഡ് കഴിക്കട്ടെ ഗൈസ്. അങ്ങനെ മെനു നോക്കിയിട്ട് ഒരു മട്ടൻ ബിരിയാണി ഓർഡർ ചെയ്ത്, ബിരിയാണി കഴിക്കാനുള്ളൊരു മോഹം. ഓക്കെ, നോക്കാൻ എങ്ങനെ ഉണ്ടെന്ന്. ഗൈസ് അങ്ങനെ ഞാനൊരു മട്ടൻ ബിരിയാണിയൊക്കെ കഴിച്ച് പിന്നെ റൂമിൽ പോയിട്ട് കുറച്ചു നേരം റെസ്റ്റ് ചെയ്ത് കുറച്ചു നേരം കിടന്ന്. അപ്പൊ എനിക്ക് തോന്നി ഒരു 360 വ്യൂവില് ഒരു റൂം വ്യൂ എടുക്കാന്ന് വിചാരിച്ചിട്ട് ഞാനത് എടുത്ത് എഡിറ്റ് ചെയ്തിട്ട് ഞാനത് ഷോർട്ടിലും റീൽസിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരു ഷോപ്പ് ചെയ്യാൻ പറ്റിയ ഒരു സ്ട്രീറ്റ് ഉണ്ട്, സ്ട്രീറ്റ് ഒന്നും പറയാൻ പറ്റില്ല, ഒരു ഷോപ്പിംഗ് ഏരിയ ആണത്. അത് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും അത് എങ്ങനത്തെ ഒരു ടച്ച് ആണെന്നുള്ളത്. അവിടെ അതായത് ഇവിടുത്തെ ഏറ്റവും നല്ലൊരു ഷോപ്പിംഗ് ഏരിയ ആണത്. എന്താണ് ചോബങ്കാവ് അങ്ങനെ എന്തോ ഒരു പേരാണ്. ഞാൻ അതിന്റെ ഫ്രണ്ടിൽ ചെന്ന് കാണിച്ചത്, ഞാനിപ്പോ ഇതിന്റെ പേര് എന്റെ മൈൻഡിൽ ഇങ്ങനെ നിൽക്കണില്ല. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. കിട്ടി ഗൈസ്, കിട്ടി ചോബൻഥ എന്നാണ് എന്റെ പേര്. ഞാനിപ്പോ പോയിട്ട് അതിന്റെ ഫ്രണ്ട് പേജ് ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന്റെ നെയിം ഒന്നും കൂടെ പോയി നോക്കിയിട്ട് നിങ്ങളുടെ പറയാന്ന് വിചാരിച്ചു ഒന്നും കൂടെ പോയി നോക്കിയിട്ട് വന്നാണ്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോവാം. അതെ ചോബൻഥ ഇവിടെ ആയിട്ട്. അപ്പൊ ഞാനിവിടെ ആയിട്ട് ഒരു ക്രാബ് എടുത്ത്, അപ്പൊ ആ ക്രാബിന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ക്രാബിലെ ഡ്രൈവറാണ് കറക്റ്റ് അതിന്റെ പ്രൊണൗൺസിയേഷൻ പറഞ്ഞത്, ചോബൻഥ. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് പറയും ഈ 2 വീലർ നിസ്സാര കിലോമീറ്റർ ആണല്ലോ, അടുത്ത് തന്നെയാണ്. അപ്പൊ ഈ 2 വീലർ എടുക്കുന്നതിന് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലോക്കിലൊന്നും പെടില്ല, ഈസി ആയിട്ട് പോയി വരാൻ പറ്റും. അപ്പൊ 2 വീലർ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടി. എല്ലാം അടുത്തടുത്ത് തന്നെയാണ്. ഓക്കെ, നൈസ്, അടിപൊളി. പിന്നെ ഇവിടെ ഹെൽമെറ്റും നിർബന്ധമുണ്ട് ബാക്കിലുള്ള ആൾക്ക്. അപ്പൊ എന്റെ ഒന്നാമത് മുടി ഇങ്ങനെ ആയതുകൊണ്ടിട്ട് ഞാൻ ചോദിക്കണമായിരുന്നു ഹെൽമെറ്റ് വെക്കണോ. അപ്പോൾ കമ്പൽസറി. ഞാൻ പറയാം ഓക്കെ ഓക്കെ. ചോബൻഥയിലേക്ക് നമുക്ക് പോവാം. ശരിക്കും നടന്നു വരാനുള്ള ദൂരമുള്ളൂ കേട്ടോ. അതാ കാണുന്നതാണ് ചോബൻഥ. കണ്ടോ, അതിന്റെ ഉള്ളിലൊരു ക്ലോക്ക് ഒക്കെ കണ്ടില്ലേ, കാണുന്നത് ചോബൻഥ. ഒരു 1 കിലോമീറ്റർ പോലും ഇല്ല, ഒരു 700 മീറ്റർ ഉള്ളൂ അവിടുന്ന്. കണ്ടില്ലേ ചോബൻഥ. നമുക്ക് അവിടെ ചെന്നിട്ട് എന്തൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മള് ചോബൻഥയുടെ ഫ്രണ്ടിലേക്ക് ഇവിടെ ഭയങ്കര ഫേമസ് സ്ഥലമുണ്ട്. ഞാൻ ഇന്നലെ ഇതിലെ വണ്ടിക്ക് വരുമ്പോൾ ശ്രദ്ധിക്കും, എല്ലാവരും അവിടെ നിന്നിട്ട് അതിന്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കണതാണ്. അത്ര ഫേമസ് ആണെന്ന് തോന്നുന്നു സംഭവം. എല്ലാവരും മിക്കവരും ഷോപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ ആയിട്ടാണ് വന്നതെന്ന് തോന്നുന്നത്. മിക്കവരും അതിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കും. ഞാൻ മാത്രമേ സെൽഫി വീഡിയോ എടുത്തില്ലെന്ന് വേണ്ട, അതുകൊണ്ട് സെൽഫി വീഡിയോ നടക്കട്ടെ. ഫുള്ള് ഫോട്ടോഷൂട്ടാണ് കേസ്. ഇല്ല ബാക്കിൽ പോയി ഫുള്ള് ഫോട്ടോഷൂട്ട് എവിടെ ഉണ്ട്. ചെറുതായിട്ടൊന്നും മഴ പൊടിയുന്നില്ല. ഞാനിങ്ങനെ ബ്ലോഗ് ചെയ്യണ ഓരോരുത്തർ നോക്കി ചിരിക്കണം. പിന്നെ ശരിയാണ്. ഓക്കെ, ഇനി ഞാൻ ബാക്ക് ക്യാമറ ഒന്ന് കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട്. ഇവിടെ സൗണ്ട് സിസ്റ്റം ഉൾപ്പെടെ വെച്ചിട്ടാണ്
ഒരു റീൽസ് എന്താ ചെയ്തുകൊണ്ടിരിക്കണേ. നൈസ് കോസ്റ്റ്യൂം. എല്ലാരും ഫുൾ വീഡിയോ ഫുള്ള് ഫോട്ടോഷൂട്ടൊക്കെയാണ്. എന്തായാലും ഞാനും 1-2 സ്റ്റോറിയൊക്കെ എടുത്തിട്ട് അകത്തേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, ഗൈസ് അങ്ങനെ നമുക്ക് അകത്തേക്ക് കയറാം. ഫ്രണ്ടിൽ തന്നെ കയറുമ്പോൾ തന്നെ ഒരു വാച്ച് കടയൊക്കെയാണ് കാണുന്നത്. വാച്ച് കടയും അതേപോലെ തന്നെ ഈ ഷെയ്ഡ്സ് ഒക്കെ വെക്കുന്ന ഒരു ഷോപ്പും. ലെഫ്റ്റിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറെ വഴികളുണ്ട് കേട്ടോ. ഒരു വിഗൊക്കെ വെക്കുന്ന ഷോപ്പുകൾ കാണാം. ഒരുപാട് സംഭവങ്ങളുള്ള ഒരു എന്താ പറയാ ഒരു മാർക്കറ്റാണ്. നൈറ്റ് മാർക്കറ്റ് എന്നാണ് പൊതുവെ ഇതിനെ അറിയപ്പെടുന്നത്. ആ സംഭവം ഇത് കൂട്ടാണ് കേട്ടോ. ഒരു ഫുള്ളൊരു സ്ട്രീറ്റ് സെറ്റപ്പ് പോലെ സംഭവം. ഫുള്ള് റെഡിമെയ്ഡും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ. അതായത് മെയിനായിട്ട് ക്ലോത്ത് ഒക്കെ ഉണ്ട് ഒരുപാട്. ലേഡീസിനൊക്കെ വന്ന് ഷോപ്പ് ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ഒക്കെ വാങ്ങിക്കാൻ പറ്റിയ ഏരിയ ആണ്. നല്ല 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 ക്ലോത്തുകളുണ്ട്. നല്ല അടിപൊളി ഗൗണൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ടൈപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ട്. പാർട്ടി വെയർ ഗൗണൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ടൈപ്പ് ക്ലോത്തുകളൊക്കെ ഒരുപാട് കാണാനുണ്ട്. ഒരുപാടുണ്ട് സംഭവത്ത്. ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്കൊക്കെ ഒരുപാട് ഷോപ്പുകൾ ഉള്ളിലേക്കൊക്കെ പോകുന്നുണ്ട്. ഞാൻ ജസ്റ്റ് മൊത്തത്തിലൊന്ന് ഓടിച്ച് കാണിച്ചു തരാം. കാരണം നിങ്ങളിപ്പോൾ ആരെങ്കിലും ഇവിടെ വന്നെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഇത് കൂട്ട് നല്ല നല്ല മെറ്റീരിയൽ കിട്ടും. ഗൗണിനൊക്കെ പറ്റിയ മെറ്റീരിയൽസ് ഒക്കെ ഒരുപാട് കിട്ടും. അങ്ങനെയുള്ള ഷോപ്പുകളൊക്കെ ഒരുപാടുണ്ട്. പിന്നെ ഷൂസിൻ്റെ ഒക്കെ ഷോപ്പൊക്കെ ഇതുണ്ടല്ലേ. നമ്മൾ കയറിയിട്ട് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കൊക്കെ ഒരുപാട് ഷോപ്പുകളുണ്ട്. ബാഗ്സും ഷൂസും ഒക്കെ ഷൂ ഷോപ്പൊക്കെ ഹെവി ഷോപ്പിംഗ് സ്ട്രീറ്റ്സ് എന്ന് തന്നെ പറയാൻ പറ്റും. ഇതണ്ട നേരെ നോക്കിയാൽ ഉള്ളിലേക്ക് കണ്ട ഒരുപാട് ഷോപ്പുകൾ അങ്ങോട്ടും ഉണ്ട്. അതായത് ഫുള്ളിങ്ങനെ സ്റ്റാള് പോലെയാണ്. ടീഷർട്സ് ഒക്കെ ആയിട്ടുള്ള ഷോപ്പ്, ക്യാപ്സ്, ലേഡീസിന്റെ പറ്റിയ അക്സസറീസ് ഒക്കെ ആയിട്ടുള്ള ഷോപ്പ്, ക്ലിപ്പുകൾ, കാര്യങ്ങൾ. ഈ പ്രാവശ്യം ഞാൻ ഷോപ്പ് ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല ഗൈസ്. ഈ പ്രാവശ്യം ഞാൻ ഷോപ്പിംഗ് ഉദ്ദേശിക്കുന്നില്ല. കാരണം ഞാൻ റിട്ടേൺ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തേക്കുന്നത് എനിക്ക് 7 kg ഹാൻഡ് ബാഗ് മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എക്സ്ട്രാ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എക്സ്ട്രാ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പേയ്മെന്റ് എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊരു പണി കിട്ടി, കുറച്ച് പേയ്മെന്റ് എൻ്റെ നിന്ന് പോയി. അപ്പൊ ഈ പ്രാവശ്യം ഞാൻ അത്ര ഹെവി ആയിട്ട് എന്തെങ്കിലും കണ്ടാലേ ഞാൻ ഷോപ്പ് ചെയ്യുന്നുള്ളൂ. നോക്കും നല്ല ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ കണ്ടാൽ ഷോപ്പ് ചെയ്യാൻ പറ്റുമോ, അല്ല ഷോപ്പ് ചെയ്യുമെന്ന് നോക്കി. എന്നിട്ട് എക്സ്ട്രാ ലഗേജിന്റെ എമൗണ്ട് കൊടുത്തിട്ട് കൊണ്ടുപോകും. നോക്കാം. നമുക്ക് ഉള്ളിലേക്ക് വരും തോറും കുറച്ചും കൂടെ നല്ല നല്ല ബാഗ്സും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് ടച്ചിലേക്കുള്ള നല്ല നല്ല ബാഗുകളൊക്കെ ഉണ്ട്. ഈ യെല്ലോ കൊള്ളാട്ടോ, കൊള്ളാം. ഈ ഒരു ഷോപ്പിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത കളക്ഷൻസ് ഉണ്ട്. ബാക്കി കയറി വന്ന വഴിക്കൊക്കെ കുറച്ച് ഈ കോമൺ ഐറ്റംസ് ഒക്കെ കാണാം. നല്ല കാപ്പിയുടെ മണം തന്നെ ഗൈസ്. അതായത് ഇത് ഈ പയ്യന്റെ കയ്യിൽ നല്ല കാപ്പിക്കുരു ഇരിക്കണ്ട്. ഇതുണ്ടല്ല, കാപ്പിക്കുരുവാണ്. അതിങ്ങനെ കൊണ്ടുനടക്കണ നല്ല മണം. ഇത് ഇവിടെ ആയിട്ട് എന്തോ കോഫിയുടെ സ്പെഷ്യൽ വിയറ്റ്നാം ടോപ്പ് ക്വാളിറ്റി കോഫി. അത് ഇവിടെ ആയിട്ട് മേക്ക് ചെയ്യുന്നുണ്ട്. പൊടിച്ചു കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ആയിട്ടല്ല, ഇതിനെ പൊടിച്ച് കവറിലാക്കി കൊടുത്തോണ്ടിരിക്കുന്നത്.
ഇതിനകത്ത് ഫുള്ള് കാപ്പിക്കുരു. പല ടൈപ്പ് കോഫികളുണ്ട്, പല ടൈപ്പ് കോഫിയുടെ പല ക്വാളിറ്റിയിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. വൈറ്റ് ടീ, കൊളോൺ ടീ, കോഫി മോക്ക, കോഫി റോബസ്റ്റ, കോഫി ഹൈലാൻഡ്, കോഫി പുല്ലി, പിന്നെ ഗ്രീൻ ടീയും ഉണ്ട് കേട്ടോ. ആ മേളത്തെ സെക്ഷൻ ഫുള്ള് ജാസ്മിൻ ടീ, എന്താണ് ഫാൻഡം ടീ, ലോട്ടസ് ടീ, ജിഞ്ചർ ടീ, ബ്ലാക്ക് ടീ, ഗ്രീൻ ടീ എല്ലാം ഉണ്ട്. അതായത് ഇവിടെ കോഫിയുടെയും ടീയുടെയും ഒരു സ്പെഷ്യലായിട്ടുള്ള ഷോപ്പാണ്. എല്ലാം പൊടിച്ച് കവറിലേക്ക് കൊടുക്കേണ്ടിരുന്നു. ആൾക്കാർ പറയുമ്പോൾ വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട് ഓരോരുത്തർ. എന്തായാലും ഈ ഒരു ജംഗ്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല മണമുണ്ട്, കോഫിയുടെ സ്മെല്ല്. അതേപോലെ തന്നെ കോക്കനട്ട്, ഡിഫറെന്റ് കോഫി, അങ്ങനെ ഇവിടെ ഇതൊക്കെ ഈ ഒരു സെക്ഷൻ ഫുള്ള് കോഫിയാണ്. ഇതാ ഒരു 3 സൈഡ് കോഫി. വിയറ്റ്നാം കോഫി സ്പെഷ്യൽ. നൈസ് സ്മെൽ, നൈസ് ഫ്രാഗ്രൻസ്. ഫുള്ള് വിയറ്റ്നാം സ്പെഷ്യലാണ്. പിന്നെ അപ്പുറത്ത് ഇത് കൂട്ട് തന്നെ കുറെ ബാഗ്സ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഷോപ്പുകൾ. പക്ഷെ ഞാൻ വിചാരിച്ചാൽ അത് ജീവനുള്ള സാധനമായിരിക്കണമെന്ന് വിചാരിക്കും. അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും പർച്ചേസ് ചെയ്യാനുള്ള കുറെ സംഭവങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എന്റെ ലഗേജ് കൊണ്ടുപോകണ ഒരു പ്രോബ്ലം മാത്രം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ കോഫിയൊക്കെ കുറച്ച് സ്പെഷ്യൽ എടുത്തേനെ. ലഗേജ് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. നോക്കാം, ഇനിയും കുറെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ കാണണമെങ്കിൽ തീരെ സഹിക്കാൻ പറ്റാണ്ടാകുമ്പോഴത്തേക്കും ഒരു ബാഗും വാങ്ങിച്ച് ഫുള്ള് അതിനകത്ത് ഓരോന്ന് പർച്ചേസ് ചെയ്യാൻ നിറച്ച് കൊണ്ടുപോകാം. ഇതിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നത്. ഇവിടെ ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ് ഒക്കെ ആയിട്ടുള്ള ഷോപ്പ്. ഫുള്ള് മറ്റേ ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സും ഒക്കെ ആയിട്ടുള്ള. അയ്യോ, അത് മാത്രമല്ല കേട്ടാ, നമ്മുടെ സീ ഫുഡും ഉണ്ട്. ഡ്രൈ ചെമ്മീനാണ്, ഉണക്ക ചെമ്മീൻ. അതുകൊണ്ട് നല്ല മണവും തന്നെ ഉണ്ട് ഇവിടെ ആയിട്ട്. നല്ല ഉണക്കമീൻ്റെ ഒക്കെ മണം. അടുത്ത ഐറ്റം ഫുള്ള് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ. ഇവിടെ മറ്റേ നമ്മുടെ ദൂരൻ മറ്റേ ചക്കിട്ടല്ലേ, ഇല്ലുണ്ട്, അതിന്റെ മണം തന്നെ ഈ ഏരിയയിലേക്ക് വരുമ്പോ തന്നെ. കൊള്ളാലോ. ഈ കണ്ണേറ് കിട്ടാണ്ടിരിക്കാനൊക്കെ ചിലവരുടെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ വെക്കണ ആളാണ്, അങ്ങനത്തെ ടൈപ്പ് സാധനങ്ങൾ. ഇവിടെ മറ്റേ ഗ്ലാസ് നൂഡിൽസ് കാര്യങ്ങൾ, അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ ഷോപ്പിംഗ് അല്ലാതെ ഫുഡ് സ്ട്രീറ്റും ഉണ്ട് കേട്ടോ. ഇവിടുന്ന് ഒരു സെക്ഷൻ അങ്ങോട്ട് കുറെ ഫുഡ് ഐറ്റംസ്. Nho này 700 kg. ഒരുപാടുണ്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, കയറി വരുമ്പോൾ തന്നെ റൈറ്റ് ലെഫ്റ്റ് ഒക്കെ ഒരുപാട് വഴികളുണ്ട്. ഈ വഴികളൊക്കെ പോകുമ്പോഴൊക്കെ ഇതൊക്കെ തന്നെ കൂടുതൽ സംഭവങ്ങൾ. കോഫി ആൻഡ് ടീ ഇവിടെ മെയിനാണ് കേട്ടോ. ഇപ്പൊ ഇവിടുത്തെ ഒരു കോഫി കുടിച്ചു നോക്കണം. കൊള്ളാൻ ചക്ക, വെറൈറ്റി കളർ ചക്ക.
നമ്മുടെ അവിടെ ഒരു യെല്ലോ കളർ അല്ലേ, ഇതൊരു ഓറഞ്ച് കളർ. No. I guess you just like what you 50 years old. No. ഇവിടെ കുറെ സ്റ്റോണിന്റെയും കല്ലിന്റെ ഒക്കെ കുറെ ഓർണമെന്റ്സ് ഉണ്ട്, ബാംഗിൾസ് കാര്യങ്ങൾ. അതവിടെ ആയിട്ട് ഒരു കൈക്ക് സെറ്റ് കൊണ്ടിരിക്കുന്നു. ഗൈസ് അങ്ങനെ ഞാൻ അവിടെ നിന്ന് സ്ട്രെയിറ്റ് നടന്നൊരു സൈഡിലെത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു ആ എൻഡിന്ന് റൈറ്റിലേക്ക് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ റൈറ്റിലേക്ക് വന്നപ്പോഴാണ് ഈ ഒരു ഷോപ്പിലൊക്കെ ഇങ്ങനെ കാണുന്നത്. Coffee, auntie. Hello. Thanks. Hello. What are you looking for the magnet? Teacher, wallet. നമുക്ക് ഇവിടെ വരെ വന്നിട്ട് തിരിച്ച് വേറൊരു സൈഡ് പിടിച്ചു നോക്കാം. വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടോ നോക്കാം. ഇങ്ങോട്ട് കയറാം. ഇവിടെ മെയിനായിട്ട് ഇതിൽ കയറിയിട്ട് കൂടുതലും കോഫി മേക്കറും കോഫി ഐറ്റംസിന്റെ കുറെ സംഭവങ്ങൾ കാണാനുണ്ട്. കൈസ് അങ്ങനെ ഇത് വേറെ സൈഡിലേക്ക് ഞാൻ ഒന്ന് നടന്നതാണ്. ഇവിടെയും ഈ റെഡിമെയ്ഡ് ഐറ്റംസ് ഒക്കെയാണ് കൂടുതൽ. ബാഗും ടീഷർട്ട്, ഷർട്ട്, അങ്ങനെ കുറെ ഐറ്റംസ്, റെഡിമെയ്ഡ് ഐറ്റംസും ഇതേപോലെ ഹാൻഡ് ബാഗ് കാര്യങ്ങളായിട്ടൊക്കെയുള്ള ഐറ്റംസ് ആണ്. സോറി. ക്ലോത്ത് ഒരുപാടുണ്ട് കേട്ടോ അവിടെ. കയറുമ്പോൾ തന്നെയുള്ള ലെഫ്റ്റ് റൈറ്റ് ഒക്കെ കൂടുതൽ കണ്ടത് ക്ലോത്ത്സ് ഐറ്റംസ് ആണ്. പിന്നെ ഉള്ളിലേക്ക് കയറുമ്പോഴൊക്കെ ഓരോരോ ഡിഫറെന്റ് ഐറ്റംസ്. നല്ല ചൂടുണ്ട് കേട്ടോ, കാരണം മേള് മറ്റേ ഷീറ്റ് പോലത്തെ എന്തോ സംഭവം, നല്ല ചൂടുണ്ട്. പിന്നെ പുറത്തുനിന്ന് വന്നവർക്കായിരിക്കും ചൂട് ഫീൽ ചെയ്യണത്. ഇതിൻ്റെ ഉള്ളിൽ ഓരോരുത്തരും നിന്ന് സെറ്റാവും. പിന്നെ ട്രഡീഷണൽ ഡ്രസ്സുകൾ, വിയറ്റ്നാം ട്രഡീഷണൽ ഒരുപാട് ഐറ്റമുണ്ട്. താങ്ക് യു. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് എത്തി. ഞാനങ്ങനെ മൊത്തത്തിൽ ഒന്ന് അപ്പുറം ഇപ്പുറമൊക്കെ നടന്നൊന്ന് കാണാമെന്ന് വിചാരിച്ചു. എന്താണ് ഇങ്ങനെ ഓടിച്ചിട്ട് നോക്കണം, നിങ്ങൾക്കും അറിയണ്ടേ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നല്ല. അല്ലെങ്കിൽ മിക്കവരും റീൽസും അതും ഇതൊക്കെ ഇതിൻ്റെ ഔട്ട് സൈഡ് മാത്രം കാണുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടാവും എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ളതെന്നുള്ളത്. അതാണിപ്പോൾ ഓടി വന്ന് കാണിച്ചത്. അപ്പോൾ നമുക്ക് ഇതുവഴി പുറത്തേക്ക് ഇറങ്ങാം. ഗൈസ് അങ്ങനെ ഔട്ട് സൈഡ് വന്നു. വീണ്ടും ഞാൻ ഫ്രണ്ടിൽ തന്നെ വന്നു അതിൻ്റെ. അപ്പോൾ ചോബൻട പഠിച്ചു പറഞ്ഞത് പഠിച്ചു. വീണ്ടും ചോബൻടാന്റെ ഫ്രണ്ടിലെത്തി. അപ്പോൾ ചോബൻടാന്റെ ഉള്ളിൽ ഇതൊക്കെയാണ് നമുക്ക്
കാണാനുള്ളതും അതിൻ്റെ ഉള്ളിൽ നിന്ന് വാങ്ങിക്കാനുണ്ടെങ്കിൽ വാങ്ങിക്കാനുള്ളതും ഇത്ര ഐറ്റംസ് ഒക്കെയാണ്. അപ്പൊ ഇവിടെ വന്നവര് ഇതിന്റെ അകത്ത് കാണിച്ച ഐറ്റംസിൽ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ബൈ ചെയ്യാം. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടുന്ന് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എവിടെയെന്ന് വെച്ചാൽ അങ്ങോട്ട് പോവാം. എനിക്ക് ഞാനെപ്പോഴും ഇതിലെ വണ്ടിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണാം ഒരുപാട് പേര് ഇവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യണം അതിന്റെ ഫ്രണ്ടായിട്ട്. അപ്പൊ എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു എന്താണ് അതിന്റെ ഉള്ളിൽ ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കയറി ഒന്ന് മൊത്തത്തിലൊന്ന് കറങ്ങിയിറങ്ങിയത്. ഓക്കെ, അപ്പൊ അങ്ങോട്ട് ആ ഒരു സംഭവം കൂടെ ക്ലോസ് ആയി. ഇനി നമുക്ക് അടുത്ത എന്താ വെച്ചാൽ പ്ലാൻ ചെയ്യാം. കുറച്ചും കൂടെ നമുക്ക് ഷൂട്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാം. അതല്ലേ നല്ലത്. എന്തായാലും ഇപ്പൊ സന്ധ്യ ആയിട്ടുണ്ട്. കുറച്ചേരം കഴിയുമ്പോഴത്തേക്ക് ഞാൻ പോണ ഏരിയയിൽ എന്തെങ്കിലുമൊക്കെ ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും നിങ്ങളെ കാണിക്കാണ്ടെന്നുണ്ടെങ്കിൽ ഷുവർ ആയിട്ട് ഞാൻ കാണിച്ചിരിക്കും. ഓക്കെ ഗൈസ്, എങ്ങനെയാ ഞാൻ നമ്മുടെ ആ ഒരു നൈറ്റ് മാർക്കറ്റിന്റെ ഉള്ളിൽ നിന്നല്ല അതിന്റെ നേരെ ഒരു വൺ സൈഡിൽ കൂടെ ഇങ്ങനെ പുറത്തേക്ക് നടന്നു വരുമ്പോഴത്തേക്കും ഞാനിവിടെ ആയിട്ട് കുറച്ച് ഇങ്ങനെ സ്ട്രീറ്റിൽ തന്നെ ഇങ്ങനെ ഫ്രൂട്ട്സിന്റെ ഒക്കെ ഷോപ്പൊക്കെ കാണാം. അപ്പൊ ഇവിടെ ആയിട്ടൊരു ഹിജാബിന്റെ ഒരു ഷോപ്പുണ്ട്. നല്ല വെറൈറ്റി ഹിജാബ് കളക്ഷൻസ് ഇവിടെ ഉണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഒരുപാട് ഇങ്ങനെ പാക്കായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എല്ലാം പല പല കളർ, പല പല ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ സംഭവമുണ്ട്. ഫുള്ള് ഹിജാബ്. ഓക്കെ, നല്ല കളക്ഷൻ ഉണ്ട്. ശരിക്കും വിയറ്റ്നാമില് മുസ്ലിംസിന്റെ എണ്ണം വളരെ കുറവാണ്. വേറെ ഒരു എന്താ പറയാ കാസ്റ്റുള്ളവരാണ്, റിലീജിയനുള്ളവരാണ് കൂടുതലുള്ളത്. പക്ഷെ എന്നാലും അവിടെ അത് കണ്ടപ്പോൾ ഇങ്ങനെ ഷൂട്ട് ചെയ്തതാണ്. എന്താ അപ്പുറത്തൊക്കെ ഇതേപോലെ ഓരോരോ ഷോപ്പുകൾ ഇങ്ങനെ കുറെ വെറൈറ്റി ആയിട്ടുണ്ട്. ഐസ് ഫ്രൂട്ട് വണ്ടിയാണെന്ന് തോന്നുന്നു. ഓക്കെ, അങ്ങോട്ട് കുറച്ച് നടക്കാം. കണ്ടോ ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഹിജാബ് പർദ്ദയുടെ ഒക്കെ ഷോപ്പാണ്. നല്ല നല്ല പർദ്ദയൊക്കെ ഉണ്ട് അവിടെ. വെറൈറ്റി ബുർഖയൊക്കെ ഉണ്ട്. ഈ വൈറ്റ് കൊള്ളാട്ടാ, നൈസായിട്ടുണ്ട്. നമ്മുടെ പല പല കളറിൽ നല്ല വെറൈറ്റി ബുർഖയൊക്കെ ഉണ്ട്. ഓക്കെ, ഞങ്ങോട്ട് കുറച്ച് നടക്കാം. ആഹാ, നല്ല അടിപൊളി കോസ്റ്റ്യൂംസ്. കൊള്ളാല്ലേ ഗൈസ്, അടിപൊളിയായിട്ടുണ്ടല്ലോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. വെറൈറ്റി സ്റ്റൈല്. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ടാവും. എന്തായാലും നോക്കണ്ട, നമുക്ക് കാണാത്ത പോലെ പോവാം. ഗൈസ്, അങ്ങനെ ഒരുപാട് നടന്ന് ക്ഷീണിച്ചപ്പോഴത്തേക്കും കുറെ ആൾക്കാർ ഇങ്ങനെ ഇരുന്നിട്ട് കോഫി കുടിക്കണ്ടേ. ഇവിടെ കോഫി ഇത്തിരി സ്പെഷ്യലാണ്. അപ്പൊ കോഫി കുടിച്ചോണ്ടിരിക്കുന്നത് കണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച് ഇവിടെ കയറിയിട്ട് എന്തായാലും ഒരു കോഫി കുടിക്കാന്ന് വിചാരിച്ച് ഞാനും ഇവിടെ ആയിട്ട് സ്റ്റൂളൊക്കെ ഇട്ടിട്ടുണ്ട്. കോഫിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിന്റെ ഒരു സംഭവം ഉണ്ട്, അത് മിക്സിയിൽ എടുക്കാൻ വേണ്ടി പോയേക്കുന്നത്. ഇവിടുത്തെ കോഫി കുടിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു, എങ്ങനെയുണ്ട് നോക്കാന്ന് വിചാരിച്ചു. എന്തായാലും നൈസാണ്, നല്ല വൈബുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഫുള്ള് ഇങ്ങനെ പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ കണ്ടില്ല, മേലിങ്ങനെ തൂങ്ങി ഇട്ടിട്ട്. ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടുന്നത് എന്തായാലും എല്ലാവരും ആ സ്റ്റോറി കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു ഔട്ട് സൈഡ് ലുക്ക് എന്നുള്ളത്. എന്തായാലും ഞാൻ കോഫി കുടിക്കട്ടെ കേട്ടാ. എന്റെ പൊന്ന് കഴിച്ച് കിട്ടില്ല കോഫി, എന്താ ടേസ്റ്റ് എന്നറിയാം. വേറെ ലെവൽ ഐറ്റം, അടിപൊളി. ഇവിടുത്തെ കോഫിക്ക് ഇത്ര ടേസ്റ്റ് ഉണ്ടായി ഇപ്പോഴാണ് മനസ്സിലായത്. അടിപൊളിയുണ്ട്. ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ്. എന്തൊരു പേര് പറഞ്ഞു, സോറി ഞാൻ മറന്നു. എന്താ വെച്ചാൽ ഇത്ര അധികം ആൾക്കാർ ഇവിടെ ഇരുന്നിട്ട് കോഫി എടുക്കുന്നുണ്ടപ്പോഴേ ഞാൻ ആലോചിച്ചു എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ ഇരുന്നത്. ഇത് ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ്. അങ്ങനെ ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ റൂമിലെത്തിയപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഉടുക്കത്തെ മഴ, ഹെവി മഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ മുന്നിൽ ഇന്ന് സാറ്റർഡേ ആണ്. ഇന്ന് ഹെവി പാട്ടുകൾ ഇവിടെ ആയിട്ട് നടക്കാൻ വേണ്ടി പോകണം. എല്ലാം കൊളായെന്ന് പറയാൻ പറ്റും. അത്ര ഹെവി റേറ്റ്. ഒരു രക്ഷയില്ലട്ടാ. ഞാൻ ബാക്ക് ക്യാമറ കാണിച്ചു തരാം. ഒരു രക്ഷ എന്ന് പറഞ്ഞാൽ ഭയങ്കര സൗണ്ട് കേൾക്കല്ലേ, ഭയങ്കര മഴ. എന്റെ അമ്മ തകർപ്പം മഴ. ഇതുണ്ടല്ലേ, ഇത് അവിടെയൊക്കെ പാർട്ടിയൊക്കെ നടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാകുക. എല്ലാം കൊളായി എന്ന് പറയാൻ പറ്റും. ആൾക്കാരൊക്കെ നിരാശയോടെ ഇരിക്കും. വീക്കെൻഡ് അല്ലേ, തകർപ്പം മഴ. നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ഈ ഒരു ബാൽക്കണി ഏരിയയും മഴയും എല്ലാം കൂടെ ആകുമ്പോ ഭയങ്കര രസം. കിടിലം, നല്ല അടിപൊളി.
എന്തായാലും മഴ തകർത്ത് പെയ്യട്ടെ, ഞാൻ ഹാപ്പിയാണ്. കാരണം എനിക്കിങ്ങനെ മഴത്തൊക്കെ ബാൽക്കണിയിലേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോണേണ്. നാളെ നമുക്ക് നെക്സ്റ്റ് എന്തെങ്കിലും പ്ലാനുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അടുത്ത വീഡിയോയിൽ വരാം ഇൻഷാ അല്ലാഹ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുവരെ ബൈ ബൈ.